നമ്മളിൽ ഒതുങ്ങുന്നത് മാത്രം സ്വീകരിക്കുകയും അല്ലാത്തത് നിരാകരിക്കുകയും ചെയ്താൽ ജീവിതമെന്നും മനോഹരമായിരിക്കും. മരിക്കുമെന്നറിഞ്ഞിട്ടും മരണം ഉറപ്പാണെന്നറിഞ്ഞിട്ടും നമ്മളൊക്കെ ജീവിക്കുന്നില്ലേ? പിന്നെ തോറ്റുപോകുമെന്നുള്ള പേടി എന്തിനാ? ആശ്വാസം കണ്ടെത്താൻ ഒരു വ്യക്തിയെ മാത്രം ആശ്രയിക്കരുത്. ഒരുപാട് വിഷമിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ സാന്നിധ്യം ചിലപ്പോൾ ലഭിക്കാതെ വന്നേക്കാം. സൗഹൃദങ്ങളെ നിലനിർത്തുക. തന്നിലേക്ക് ചുരുങ്ങിപ്പോവാതെയും മറ്റൊരാളിൽ പണയപ്പെടാതെയും ശ്രദ്ധിക്കുക. നമ്മുടെ സ്നേഹം മറ്റൊരാളുടെ സന്തോഷം കളയുമെങ്കിൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരു ബാധ്യതയാകാതിരിക്കുക. മനുഷ്യനാണ്, മാറാം, മറക്കാം. അതുകൊണ്ട് ആരെയും അമിതമായി സ്നേഹിക്കണ്ട, വിശ്വസിക്കണ്ട, രഹസ്യങ്ങൾ പറയണ്ട, കുറ്റം പറയണ്ട, ആത്മവിശ്വാസം കളയണ്ട, ആരെയും വെറുക്കേണ്ട, അകലം പാലിച്ചാൽ മതി. എല്ലാം അംഗീകരിക്കാനുള്ള മനക്കരുത്താണ് നമുക്ക് വേണ്ടത്. ഉള്ളത് മതി എന്ന് വിചാരിക്കണം. കൂടുതൽ കിട്ടുന്നതെന്തും ബോണസാണെന്ന് മനസ്സിലാക്കണം. നഷ്ടപ്പെടുന്നതെല്ലാം തനിക്ക് അർഹതയില്ലാത്തതാണെന്ന് കരുതണം. എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത്. നമ്മളാണ് തെറ്റെന്ന് അവരങ്ങ് വിശ്വസിച്ചോട്ടെ. കാരണം ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയുമോ? വിജയികളുടെ കഥകൾ വായിക്കരുത്. അതിൽ നിന്ന് നിങ്ങൾക്ക് സന്ദേശം മാത്രമേ ലഭിക്കുകയുള്ളൂ. പരാജിതരുടെ കഥകൾ വായിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള പ്രചോദനം ലഭിക്കും. വളരെ ദുരൂഹമാണ് ഓരോ മനുഷ്യനും അവൻ്റെ വിചാരങ്ങളും. സ്നേഹിക്കുകയാണോ ദ്രോഹിക്കുകയാണോ എന്നൊന്നും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയില്ല. തിരിച്ചറിയുന്നതുവരെ കൂടെ കൂട്ടുകയേ നിർവാഹമുള്ളൂ. നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കാതെ ഇഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുക. സന്തോഷിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതിരിക്കുക. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുക. ആര് എന്തും പറഞ്ഞോട്ടെ, സന്തോഷം നമുക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി സമയം കണ്ടെത്തേണ്ടതും നമ്മൾ തന്നെയാണ്. ആരെങ്കിലും നിങ്ങളോട് എത്ര മോശമായി പെരുമാറിയാലും ഒരിക്കലും അവരുടെ നിലവാരത്തിലേക്ക് താഴരുത്. ശാന്തത പാലിക്കുക, ഉറച്ചു നിൽക്കുക, വിട്ടുമാറി നിൽക്കുക. അർഹതയില്ലാത്ത ആരെയും സ്വന്തമെന്ന് കരുതി സ്നേഹിക്കാതിരിക്കുക. എന്നെങ്കിലും ഒരിക്കൽ അവർ നമ്മളെ തള്ളിപ്പറയും. നമ്മളെ കേൾക്കാൻ കൊതിക്കുന്നവരെ, നമ്മുടെ വാക്കുകൾക്ക് കാതോർക്കുന്നവരെ, അവരെ നിധി പോലെ സൂക്ഷിക്കുക. കാരണം ഈ മടുപ്പിൻ്റെ ലോകത്ത് ആത്മാർത്ഥമായൊരു കേൾവി ഒരു അപൂർവ അനുഭവമാണ്. ആർക്കും നാം അധികം വെളിച്ചമാകരുത്. കാരണം അവരുടെ ആവശ്യം കഴിഞ്ഞാൽ കെടുത്തിക്കളയും.